എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ലൂഫിയാൻ ടീം അവരാണെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞു. ലൂഫി ആണെങ്കിൽ ഒരു മരത്തിന് നേരെ അവന്റെ കൈ ഒന്ന് ജസ്റ്റ് നീട്ടും. ആ കളർ ഓഫ് ഹോക്കി പവർ അത് ആ മരം മുഴുവനായിട്ടും കത്തിച്ചാമ്പലാക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പോ ന്യൂ വേൾഡിന്റെ എൻട്രൻസ് കാണിക്കും. അവിടെ വലിയൊരു കപ്പൽ അങ്ങനെ മൂവ് ആവുകയാണ്. അതിൽ മറ്റാരുമല്ല, സാക്ഷാൽ ഈശോയും അവന്റെ ടീം മെമ്പേഴ്സും. ഈശോയ്ക്കാണെങ്കിൽ ആ 7 വാർലോഡ്സിനെ ഇല്ലാതാക്കണം. ആൾക്ക് പൈററ്റ്സിനെ തീരെ ഇഷ്ടമല്ല. സോ അങ്ങനെ ഒരു സമ്പ്രദായം അതില്ലാതാക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ റവർ നടന്ന മാക്ഷൻ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ റവറയൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. പക്ഷെ എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഒക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ഫിഷ്മാൻ ഐലാൻഡിലേക്ക് തിരികെ കിങ്ങും ക്വീനും എല്ലാവരും എത്തിക്കഴിഞ്ഞു. കാർപ്പാണ് സേഫ് ആയിട്ട് അവരെ ഇപ്പോ ഫിഷ്മാൻ ഐലാൻഡിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കാർപ്പാണെങ്കിൽ കിങ്ങിനോട് ഇപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പറയും. കാരണം നീണ്ട ഒരാഴ്ചത്തെ യാത്രയിലായിരുന്നു അവര്. ഇവിടെ പ്രിൻസസിനാണെങ്കിൽ കാർപ്പിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരു നിമിഷം ലൂഫിയൻ ടീമുമായിട്ട് സ്പെൻഡ് ചെയ്ത ഗുഡ് മൊമെന്റ്സ് അതൊക്കെ ആലോചിച്ചെടുക്കുകയാണ്. കിങ് ആണെങ്കിൽ കാർപ്പിനോട് അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് ആവശ്യപ്പെടും. പക്ഷെ കാർപ്പ് പറയും, അയ്യോ ഇല്ല, അവസാനമായിട്ട് എനിക്ക് ഒരു ടീ മാത്രം തന്നാൽ മതി, എത്രയും വേഗം എനിക്ക് തിരികെ പോകണം. സാധാരണ റവർ നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. യൂഷ്വലി ഒരുപാട് രാജ്യങ്ങളിലെ കിങ്സും റെപ്രസെന്റ്സും ഒക്കെ അവിടേക്ക് എത്തുന്നതാണ്. അവര് അവരുടെ രാജ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കാൻ ചാൻസ് കൂടുതലാണ്. അതിനിടയിൽ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ പ്രശ്നം അതാരും കാണില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നേവി ഓഫീസേഴ്സ് അവർ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ പരസ്പരം അറിയിക്കണം. മാത്രമല്ല ഇതിനിടയിൽ എന്തെങ്കിലും സ്പർദ്ധ, ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതൊക്കെ തന്നെ സോൾവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അത് ഓഫീസേഴ്സിനാണ്. ഇത്തവണ വളരെ ശാന്തമായിട്ട് തന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്ന് പറയാനായിട്ട് കഴിയില്ല. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് അതിൽ എനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. മാത്രമല്ല അലപ്പസ്റ്റ ഇപ്പൊ ചെറിയൊരു പ്രശ്നത്തിലാണ്. എത്രയും വേഗം അവിടേക്ക് പോയി അത് സോൾവ് ചെയ്യണമെന്ന് പറയും. അത് കേട്ടാണെങ്കിൽ നമ്മുടെ പ്രിൻസസിനാണെങ്കിൽ ഒരുപാട് ടെൻഷൻ. കട്ട് ചെയ്ത ഇവിടെ മോർഗനെ കാണിക്കും. മോർഗനാണ് ന്യൂസ് പേപ്പേഴ്സിന്റെ എല്ലാം തന്നെ ഹെഡ്. മോർഗൻ ആണെങ്കിൽ അവന്റെ ഓഫീസിൽ ഒരുപാട് ന്യൂസ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതിന്റെ തിരക്കിലാണ്. അവന്റെ അസിസ്റ്റൻസിന് ഓരോ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും വേൾഡ് ഗവൺമെന്റിൽ നിന്ന് ഒരു പേഴ്സൺ അവിടേക്ക് വന്ന് ലെറ്റർ മോർഗന്റെ കയ്യിൽ കൊടുക്കുക. ഒരു വലിയ ന്യൂസ് അത് നേവിക്ക് പോസിറ്റീവായ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നായിരിക്കും അതിലുണ്ടാവുക. അവനാണെങ്കിൽ ആ മാറ്റർ വായിച്ചു നോക്കും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ന്യൂസുമായിട്ട് വന്ന ആളുടെ മുഖത്തേക്ക് ആ പേപ്പർ വലിച്ചെറിയും. ആളാണെങ്കിൽ ടെൻഷനായി അവന്റെ നേർക്ക് ഗണ്ണ് പോയിന്റ് ചെയ്യാണ്. അവനാണെങ്കിൽ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. ചുറ്റുമുള്ളവരെല്ലാവരും അവിടുന്ന് പേടിച്ചോടുകയാണ്. മോർഗൻ ആണെങ്കിൽ ഒന്നും നോക്കില്ല, കൈ ചുരുട്ടി എന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ കിട്ടി. അത് അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്സ് അറഞ്ചം പുറഞ്ചം ഫോട്ടോ എടുക്കും. മോർഗൻ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, നേവിയുടെ ആളുടെ മേലെയാണ് ഞാൻ കൈവച്ചിരിക്കുന്നത്. സോ എത്രയും വേഗം നമ്മുടെ ഓഫീസ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് ബേർഡ്സിന്റെ ഒക്കെ സഹായത്താൽ അവരാണെങ്കിൽ അവരുടെ ഓഫീസ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ റവറി മീറ്റിംഗിൽ എടുത്ത ഒരു ഗോൾഡൻ തീരുമാനം അതാണെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെ എല്ലാവരും അറിയാണ്. ആ ന്യൂസ് അറിഞ്ഞ എല്ലാവരും തന്നെ അത് കണ്ട് അങ്ങനെ ടെൻഷനാവും. അവർക്ക് എല്ലാവർക്കും ഒരുപാട് പേടിയും ഭയവും ഭീതിയൊക്കെ തോന്നും. ഡ്രാഗൺ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, ആദ്യം ഇത് സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. ആ ന്യൂസ് ആക്ച്വലി സാബോയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ന്യൂസാണ്. സാബോ ഇഷ്ടമുള്ളവരെല്ലാവരും ആ ന്യൂസ് കണ്ട് ഷോക്കാവും. ഇവിടെ ഡോഫ്ലെമിംഗോ അവനും ആ ഒരു ന്യൂസ് കണ്ട് അങ്ങനെ വണ്ടർ അടിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ആ എബിസു ടൗണിൽ ആരുമില്ലാത്തൊരു വീട്ടിലേക്ക് ഇപ്പോ ആ ഡ്രേക്ക് ആണെങ്കിൽ കോളൊക്കെ വിളിച്ച് കടന്നു വരികയാണ്. ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ആ കോബിയാണ്. ഡ്രേക്ക് ആണെങ്കിൽ കോഡ് ഭാഷയിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ആക്ച്വലി ഡ്രേക്ക് അവനൊരു പൈററ്റ് അല്ല, നേവിയുടെ സീക്രട്ട് ഏജന്റ് ആണ്. കണ്ണാടി പയ്യൻ കോബിയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്കാവുകയാണ്. ഡ്രേക്ക് ആണെങ്കിൽ അവനോട് പറയും, ബിഗ് മോമും ഡോയും എല്ലാവരും ഇവിടെ ഉണ്ട്. വലിയൊരു യുദ്ധം അത് നടക്കാനായിട്ട് പോവാണ്. ഓൾറെഡി ഈ ഒരു വാനോ കിങ്ഡം അത് ഗവൺമെന്റിന്റെ അണ്ടറിലല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് ഈ ഒരു പ്രശ്നത്തിൽ തലയിടാനായിട്ട് കഴിയില്ല. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ബിഗ് മോമും കൈഡോയും ആ രണ്ട് വലിയ ശക്തികൾ ഒന്ന് ചേർന്നിരിക്കുകയാണ്. ഓപ്പോസിറ്റ് ഉള്ളത് ഈ വാനോ കിങ്ഡത്തിന്റെ പഴയ വാരിയേഴ്സും അതുപോലെ തന്നെ ലൂഫിയാൻ ടീമും ട്രഫാർഗർ ലോയും ഒക്കെയാണ്. കോബിക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഷോക്ക്. കാരണം കൈഡോയും ബിഗ് മോമും അവർ രണ്ടുപേരും രണ്ട് വാർലോഡ്സ് ആണ്, വലിയ പ്രബല ശക്തികൾ. അവരുടെ അണ്ടറിൽ ഫുള്ളായ ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. അവരോടെങ്ങനെ ലൂഫിയാൻ ടീം ഫൈറ്റ് ചെയ്ത് ജയിക്കും ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. ഡ്രേക്ക് ആണെങ്കിൽ കോപ്പിയോട് പറയും, സൈഫർ ഫോൾ 0-യിലുള്ള ചില സോൾജിയേഴ്സിനെ ഞാൻ ഇവിടെ കണ്ടിരുന്നു. ആക്ച്വലി ഗവൺമെന്റുമായി
എഡോയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. ലൂഫിയ ടീമിനെ ഇതുവരെ എനിക്ക് കണ്ടെത്താനോ അവരുടെ മൂവ്മെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇതാ ഇവിടെ കണ്ണാടി പയ്യൻ കോബി, അവനാണെങ്കിൽ ഹാൻകോക്കിനെ പിടിക്കാനായിട്ട് അവളുടെ ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് മാർഗരറ്റ് പെണ്ണ് അവൾ ഈ കാര്യം അറിഞ്ഞ് അത് ഹാൻകോക്കിനെ അറിയിക്കാൻ ഉഷാറായിട്ട് ചാടി ഓടി അവളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇപ്പൊ ഓരോരോ ഭാഗത്തുള്ള ജനങ്ങൾ അവരാ ന്യൂസ് ഒക്കെ വായിച്ച് വളരെയധികം ഹാപ്പിയായി ചെയർ ചെയ്യാണ്. അതേസമയം മറ്റു ചിലരാണെങ്കിൽ അതിനെ ഓപ്പോസ് ചെയ്യും. സത്യത്തിൽ വാർലോഡ്സും ചില വലിയ വലിയ പൈററ്റ്സും നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. പല പല ബാഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അവര് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരില്ലാതായ ശരിക്കും ഒരുപാട് പ്രോബ്ലംസ് അത് ക്രിയേറ്റ് ആവും. ന്യൂസ് പേപ്പറിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് അത് മറ്റൊന്നുമല്ല, ആ 7 വാർലോഡ്സിനെയും ഇല്ലാതാക്കാൻ പോവുകയാണ്. ഷോ എന്താഗ്രഹിച്ചോ അതാണ് ഇപ്പൊ നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അത്രയും രാജ്യത്തെ രാജാക്കന്മാരും ഗവൺമെന്റും എല്ലാവരും എടുത്ത ഒരു നിർണായക തീരുമാനം. അതിനെ പ്രതികൂലിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാർ. ആക്ച്വലി വാർലോഡ്സ് അവരാരും തന്നെ പെർമനന്റ് അല്ല, അവരങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ബ്ലാക്ക് ബിയേർഡും ഒരു വാർലോഡായിരുന്നു. പക്ഷേ അവൻ ആ ഒരു പദവി ഉപയോഗിച്ചത് അവൻ്റെ മോശമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ജിംബൈ അവനും വാർലോഡായി മാറി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു വലിയ പട്ടം അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. സോ അതുകൊണ്ട് തന്നെ വാർലോഡ്സിന്റെ സ്ഥാനം അതങ്ങനെ കൈമാറി പോയിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം ഗഗ്ഗോ മുറിയയുടെ ഒരുപാട് ബാഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെ ആളെ നേവിയിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ഡോഫ്ലമിംഗോ അവൻ ഓൾറെഡി ഒരു വില്ലനാണെന്നുള്ള കാര്യം ജനങ്ങളും നേവിക്കാരും അങ്ങനെ എല്ലാവരും തിരിച്ചറിഞ്ഞ് ആളെയും ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇല്ലാതാക്കി. ഫ്രൂട്ട് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആയുധങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് മറ്റ് ഐലാൻഡുകൾക്ക് സെയിൽ ചെയ്യുക, അങ്ങനെ ഗവൺമെന്റിനെ ചതിച്ചുകൊണ്ട് അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെ അവനെ നിർബന്ധപൂർവമായിട്ട് ഗവൺമെന്റ് ആ ഒരു വാർലോഡ് സ്ഥാനത്ത് നിന്ന് അങ്ങനെ ഇറക്കി. അതുമാത്രമല്ല വാർലോഡ്സിനെ കൊണ്ട് ചില രാജ്യങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. സോ അങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇനി നേവിയിൽ വാർലോഡ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള റിക്വസ്റ്റ് അത് മുൻപോട്ടേക്ക് വെച്ചത്. വേറെ വഴിയില്ലാതെ അവരത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി മുതൽ വാർലോഡ്സിന് ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബാക്കിയുള്ള പൈററ്റ്സുകളെ പോലെ തന്നെ വാർലോഡ്സിനെയും എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാം, കൊന്നില്ലാതാക്കാം. അതേസമയം നമ്മുടെ ബഗ്ഗി അവനാണെങ്കിൽ ഈ ന്യൂസ് കണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം ഒരുപാട് കാലത്തിന് ശേഷം വാർലോഡ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു സുപ്രധാന തീരുമാനമെടുത്തത്. ബഗ്ഗിയുടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും ഓൾറെഡി ആ നേവി സോൾജിയേഴ്സ് നമ്മളെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ബഗ്ഗിക്കാണെങ്കിൽ താ മതിയെന്നാവും. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. മറ്റൊരു ഭാഗത്ത് വൈറ്റ് ബിയർഡിന്റെ മകനാണെന്ന് പറഞ്ഞ് കറങ്ങി നടന്ന ആ ഒരു ജയന്റിനെയും ഇപ്പോ നേവി ഓഫീസേഴ്സും സോൾജിയേഴ്സും എല്ലാവരും ചേർന്ന് റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലേഡി ഹാൻകോക്ക് അവളാണെങ്കിൽ ഇപ്പോൾ അസിസ്റ്റൻസിനോട് പറയും നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇക്കാർക്ക് ഓർമ്മയില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവുമെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പോൾ ഓരോ ഭാഗത്തും ഓരോരോ വാർലോഡ്സുകളെ ആയിട്ട് ഗവൺമെന്റിലെ ആൾക്കാർ അവരെല്ലാവരും അങ്ങനെ റൗണ്ട് ചെയ്ത് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.